ഇന്ത്യൻ സിനിമയിൽ തന്നെ 50 കോടി നേടിയ ആദ്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന അപൂർവത കൂടി ഭ്രമയുഗത്തിനുണ്ട്. 10ാം ദിനം 50 കോടി ക്ലബിൽ കയറി ഭ്രമയുഗം ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. വേഷപ്പകർച്ചയിൽ പ്രേക്ഷകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച് മമ്മൂട്ടിയുടെ ഭ്രമയുഗം ആഗോള ബോക്സ് ഓഫീസിൽ 50 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ്. റിലീസ് ചെയ്ത് 11 ദിനം കൊണ്ടാണ് ചിത്രം 50 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നത്. പ്രേമലുവിന്റെയും മഞ്ഞുമ്മൽ ബോയ്സിന്റെയും തിയേറ്ററിലെ മികച്ച പ്രതികരണങ്ങളെയും കടുത്ത വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ടാണ് ഭ്രമയുഗത്തിന്റെ ഈ സുവർണ നേട്ടം. ചിത്രത്തിന്റെ ഈ നേട്ടത്തിനൊപ്പം മമ്മൂട്ടിയും മലയാളത്തിൽ പുതിയൊരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. തുടർച്ചയായ 3 വർഷം 50 കോടി കളക്ഷൻ നേടിയ ആദ്യ മലയാള നടൻ എന്ന റെക്കോർഡാണ് മമ്മൂട്ടി സ്വന്തം പേരിലാക്കിയിരിക്കുന്നത്. 2023 റിലീസ് ചെയ്ത കണ്ണൂർ സ്കോഡും 2022 പുറത്തിറങ്ങിയ ഭീഷ്മപർവവും 50 കോടി ക്ലബിലെത്തിയിരുന്നു. ഇപ്പോഴത്തെ 2024 ഭ്രമയുഗം 3ാമത്തെ 50 കോടി ക്ലബ്ബ് മമ്മൂട്ടിക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലിറങ്ങിയ പരീക്ഷണ ചിത്രം ഇത്ര വലിയ കളക്ഷൻ നേടിയത് ആരാധകർക്കിടയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. വെരി ഗ്രേറ്റ് ടു ഹിയർ അല്ലേ. 50 കോടി ക്ലബില്, അതും ഈ ജനറേഷനിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഇറങ്ങിയിട്ട് 50 കോടി അടിക്കുക എന്നത് ഒരു ഭയങ്കര വലിയ കാര്യം. കാരണം അതിഭീകരമായ കൊമേഴ്ഷ്യൽ എലമെന്റ് ഒന്നും ഈ പറഞ്ഞ ഭ്രമയുഗത്തിനകത്ത് എനിക്ക് കൊമേഴ്ഷ്യലി അങ്ങനെ ഭയങ്കര ത്രസിപ്പിക്കുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഹൊറർ ജോണറിൽ ഇറങ്ങിയ സാധനം കൊമേഴ്ഷ്യലൈസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വളരെ ബീജം കയറ്റി പേടിപ്പിക്കുന്ന എലമെന്റുകൾ കയറ്റി ഞെട്ടിച്ച് വിടുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു ആ പടം. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് വെച്ച് പറയാനുള്ളത് കൃത്യമായി പറഞ്ഞ് കാണിക്കാനുള്ളത് കൃത്യമായി കാണിച്ച് വളരെ നീറ്റായി എക്സിക്യൂട്ട് ചെയ്ത പടമാണ് ഭ്രമയുഗം. ഒരു സിനിമ ആസ്വാദകന് വേണ്ട എല്ലാ. അതെ, അപ്പൊ അതാ ഞാൻ പറയാം, ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് ഇച്ചിരി കുറവാണെങ്കിൽ പോലും സിനിമ എന്തായി, സിനിമ സക്സസ് ആണ്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കേണ്ട എന്താ അറിയോ, ഇവിടെ പല സിനിമകളും കോടിക്കണക്കിന് രൂപയ്ക്ക് ഭയങ്കര സ്റ്റാറിനെയോ അല്ലെങ്കിൽ മൾട്ടി സ്റ്റാറിനെയൊക്കെ വെച്ചെടുത്ത് പൊട്ടുമ്പോ കരഞ്ഞിട്ട് കാര്യമില്ല. ക്വാളിറ്റി സ്റ്റഫ് ഡെലിവർ ചെയ്താൽ ഇപ്പോഴും ആളുകൾ തിയേറ്ററിൽ കയറും. ഇപ്പൊ ഈ സിനിമ ഓടുന്ന പ്രേമലുവിന്റെ ഒപ്പം അന്വേഷിപ്പിക്കും കണ്ടെത്തും, മഞ്ഞുമ്മൽ ബോയ്സ്. അതെ, അതിലിപ്പോ എനിക്ക് തോന്നുന്നത് മഞ്ഞുമ്മൽ ബോയ്സും മറ്റേ നമ്മുടെ ഇതും അന്വേഷിപ്പിൻ കണ്ടെത്തുന്ന ഒരു ലൈക് കൊമേഴ്ഷ്യൽ എലമെന്റ് ലേശം കുറവാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് പ്രേമലും മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് ഉണ്ട്. മാത്രമല്ല ഇതിന്റെ ഇടയിൽ ഇപ്പൊ എങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ള സംഭവമായിരിക്കും. അതെ, അപ്പോ ഇപ്പൊ ചിലര് വന്ന് ചോദിക്കാട്ടോ, ഈ പണ്ട് ഇത്രത്തോളം തിയേറ്ററിൽ പൈസ ഉണ്ടായിരുന്നോ, ടിക്കറ്റിന് ഇത്ര പൈസ ഉണ്ടായിരുന്നോ, അത് കണക്ക് കൂട്ടിയിട്ടല്ല 50 കോടി പണ്ടത്തെ സിനിമകൾ. അങ്ങനെയല്ല. ഇപ്പൊ തുമ്പാട് എന്ന് പറഞ്ഞ മൂവി ഉണ്ട്. തുമ്പാട് എന്ന് പറഞ്ഞ മൂവി ഒരു പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തിരുന്നെങ്കിൽ ഭയങ്കര സക്സസ് ആയിരുന്നു തുമ്പാട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതിന് ധൈര്യം കാണിക്കണ്ടേ അല്ലെ, ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കാനുള്ള ധൈര്യം എന്താ പറയാ ചെയ്യാനുള്ള മമ്മൂക്കാണെങ്കിലും ഇനിയിപ്പോ സിനിമയ്ക്ക് പൈസ ഇറക്കുന്ന ആളാണെങ്കിൽ പോലും ധൈര്യം തന്നെ അല്ല. ആ ഒരു ടൈം പീരീഡ് ഒന്നും ഇതിന് പറയാനില്ല, ഒരുപാട് കാലഘട്ടങ്ങൾക്ക് മുന്നേ. അപ്പൊ അങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അത് എടുത്തതെന്നാണ് പല ഇന്റർവ്യൂസ് ഒന്നും മനസ്സിലായത്. പിന്നെ ഇതിൽ പറയാനുള്ള ഒരു വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ വലിയ കുറേ ആളുകളൊന്നും ഇല്ലല്ലോ, 2-3 ആള് വെച്ചിട്ടാണ് ഈ പടം മുന്നോട്ട് പോകുന്നത്. ആൻഡ് വേറൊരു വലിയ സംഗതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്രീൻ റേഷ്യോ 3/4 അങ്ങനെന്താണ് സ്ക്രീൻ റേഷ്യോ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് ഇതിനകത്തൊന്നും പിടിക്കാനില്ല. ഈ സിനിമയിലെ ഏറ്റവും വലിയൊരു മാജിക് എന്താന്ന് വെച്ചാൽ സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നുള്ളതാണ്. തുടക്കത്തിലൊരു ബുദ്ധിമുട്ടാണെങ്കിലും ബാക്കി നമ്മൾ മറന്നു പോകും. ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് മെയിൻ സ്ട്രീം ചാനലുകളൊക്കെ മീഡിയ 1, 24 ന്യൂസ്, റിപ്പോർട്ടർ, എല്ലാരും മനോരമ ന്യൂസ്, എല്ലാരും ഡിസ്കസ് ചെയ്യുന്നത് ഭയങ്കര വലിയ ന്യൂസ് ആണ്. അതെ, അല്ല സീരിയസ് ആയിട്ട് ഞാൻ മൂവീസ് കാണുന്ന, മൂവി ഒപ്പീനിയൻ, മൂവി റിവ്യൂ, സിനിമകളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരിക്കലും ഈ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം അതും വേറൊരു കാര്യം പറഞ്ഞാൽ മമ്മൂക്കാന്റെ അടുപ്പിച്ച് 2022, 2023, 2024 അടുപ്പിച്ച് 50 കോടി ക്ലബ്. ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ്, ഭ്രമയുഗം 3 സിനിമകൾ അടുപ്പിച്ച് ഹാട്രിക് അടിച്ച് 2022, 3 കൊല്ലം മൂപ്പര് ഹാട്രിക് അടിച്ച് 50 കോടി ക്ലബ് കയറി. അപ്പോൾ അത് വേറൊരു അച്ചീവ്മെന്റ് ആണ്. ആൻഡ് ഇനിയിപ്പോ നമുക്ക് എന്താ പറയുക, ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു.
ഇപ്പൊ ഹിന്ദിയിലൊക്കെ പറയുന്ന പോലെ ഇറങ്ങിയ 1000 കോടി 500 കോടി എന്നൊക്കെ. നമുക്ക് പിന്നെ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉള്ള സിനിമകൾ വരുന്നില്ല, വേറെ കേസാണ്. വീഡിയോന്റെ ഭാഗമാകുമ്പോ പേഴ്സണൽ അഹങ്കാരം കൂടിയാണ് എനിക്ക് വീഡിയോ. കാരണം ഞങ്ങള് ഇതുകൊണ്ടാണ് ഞങ്ങളെ മമ്മൂക്കനെ ബിഗ് ബോസ് എന്ന് വിളിക്കണത് കൂടെയാണ്, തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ആരെ വിളിച്ച? ഞാൻ ആരും വിളിച്ചു കേട്ടിട്ടില്ല. ഞങ്ങളെ ബിഗ് ബോസ് ആണ് ഏതപ്പൊക്കെ. ഇതിനിടയിൽ കുറെ കമന്റുകളുണ്ട്, ഞാൻ വായിക്കണ്ടല്ലേ. 50 കോടിയുടെ കേക്ക് മുറി ആഘോഷം ഇന്നുണ്ടാകുമോ? ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വേണം. ആരെങ്കിലും 50 കോടി എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഇക്ക ഫാൻസിന് തെളിവായി കേക്ക് മുറിയുടെ കളർ പടം അയച്ചു കൊടുക്കാമല്ലോ. ഞാനൊരു കേസ് പറയട്ടെ. അപ്പൊ കൊറേ കേക്ക് മുറി ഫ്ലോപ്പായി നമ്മൾ കണ്ടിട്ടുണ്ട്. സക്സസ് പാർട്ടി എന്ന് പറഞ്ഞ കേക്ക് മുറി, അങ്ങനെയൊക്കെ മുറിക്കുന്ന പാർട്ടികൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. അതൊക്കെ അവിടെ പൊളിഞ്ഞു വീണിട്ടുമുണ്ട്. ഇതിപ്പോ ഒരു 50 കോടി ഉണ്ടോ ഇല്ലെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പഴയ പോലെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവാണ്. ഇതിനൊക്കെ കണക്ക് വെച്ച് നോക്കുന്നവരുണ്ടാവും. അവരൊക്കെ എടുത്ത് കൂട്ടിയും കടിച്ചു നോക്കൂ ഇത്. ഓക്കെ, അപ്പൊ ഇത് 50 കള്ളത്തിലാണെങ്കിൽ പൊളിഞ്ഞു വീഴാൻ അധികം സമയമൊന്നും വേണ്ട. അടുത്ത ഡേറ്റ് രസമുണ്ടോ? ഈ കൂതറ സിനിമ ഇന്ന് ഞാൻ കണ്ടു. ഇന്നലെ OTT-യിൽ വേറൊരു കടൽ കിഴവന്റെ സിനിമ കണ്ടു. ഈ 2 കിളവന്മാർ മണ്ണലിഞ്ഞാൽ മലയാള സിനിമ മണ്ണലിയുമോ അതോ ഉയർത്തെണീക്കുമോ? അത് ഈ സിനിമകളിൽ നിർത്തിയത് കമന്റ് ഇട്ടാണ് സിനിമകളിൽ അനക്ക് ഏറ്റവും നല്ല പരിപാടി പറഞ്ഞാൽ ഈ സിനിമകളിൽ നിർത്തുക. ആ നല്ലത്. ഇങ്ങനെ അല്ലാണ്ട് ഇയാൾക്ക് ഒരു റെക്കോർഡ് കിട്ടൂല ഈ ലൈഫിൽ. അതും നഴ്സറി പിള്ളേര് വരെ 50 crore അടിക്കുന്ന ടൈമിൽ. ഏത് നഴ്സറി കുട്ടിയാണോ അടിച്ച? ഒരു രോമാഞ്ചം അടിച്ച, ഒരു പ്രേമലും അടിച്ചു. അല്ല, അതൊക്കെ നഴ്സറി പറഞ്ഞത്. ഈ നഴ്സറി പിള്ളേർ ഉദ്ദേശിച്ചത്. അല്ല, ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ വെച്ചോ. ഞാൻ ഒരു കേസ് പറയട്ടെ. ഈ ബ്രഹ്മയുഗത്തിന്റെ സ്പെഷ്യാലിറ്റി കിടക്കുന്ന ഇപ്പൊ കണ്ണൂർ സ്ക്വാഡ്, അതിൽ കുറച്ചുകൂടി കൂടിയ കാസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ട് അതിന്. ഭീഷ്മപർവം പക്ക കൊമേഴ്ഷ്യൽസ് ആണ്. അമൽ നീരദിന്റെ സ്ലോ മോഷനും മമ്മൂക്കാന്റെ സ്വാഗും ഷൈൻ ടോമും ആകെ മൊത്തം അങ്ങനെയുള്ള ഒരു പടം. ബ്രഹ്മയുഗത്തിനകത്ത് ആകെ 4 ആള്, ബ്ലാക്ക് ആൻഡ് വൈറ്റും ചാത്തം പടവും, ഒരു അടിച്ചുപൊളി പാട്ടോ എടുക്കാൻ ഉണ്ടാവും. ആ ജഡ്ജ്മെന്റും ആ കാര്യങ്ങളൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുത്തു. അതൊരു എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ഉണ്ടാവുന്ന ബ്രില്യൻസ് ആണ് ശരിക്കും. അതിനിടയിൽ തമിഴ്നാട്ടിലും ഭയങ്കര ആക്സെപ്റ്റൻസി ആണ്. തമിഴ്നാട്ടിലൊക്കെ വൻ രീതിയിൽ പടം ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അടുത്തത് എന്തോന്ന് തള്ളാണ് ബ്രോസ്. ഈ ലോജിക്ക് വെച്ച് നോക്കിയാൽ പ്രേമലു 150 കോടി ആയിട്ടുണ്ടാവുമല്ലോ. തിയേറ്ററിൽ 20% ആളെയും വെച്ച് കളിക്കുന്ന സിനിമയ്ക്കാണ് ഈ 50 കോടി തള്ളുന്നത്. പ്രേമലു ഓൾറെഡി എനിക്ക് തോന്നുന്നു 35-40 ക്രോസ് സെറ്റ് ആയില്ലേ? അതിന് മുകളിലായിട്ടുണ്ടാവും പ്രേമലു. ഇവിടെ പ്രേമലു ആയില്ല എന്നാരും പറഞ്ഞല്ലോ. അല്ല, ഇയാള് പറയണത് ഈ ലോജിക്ക് വെച്ച് നോക്കിയാല് പ്രേമലു 150 കോടി ആയിട്ടുണ്ടാവും. അതെങ്ങനെ? പ്രേമലു 50 ആയി കാണില്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന മറ്റു സിനിമകൾ മോശമാണെന്നോ അല്ലെങ്കിൽ ആ സിനിമക്ക് തടിച്ചില്ലല്ലോ എന്നുള്ളതല്ല, ഈ സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബ്രഹ്മയുഗ നിർമ്മാതാവ് ജീവിക്കാനായി തട്ടുകട നടത്തുന്നു. കുറച്ചു മാസം കഴിഞ്ഞ് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാം. അത് അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുള്ളതൊന്നും ഇതെന്താ പറയുക, ഇത് കുറെയൊക്കെ ഭയങ്കര സങ്കടത്തിന്റെ മുകളിൽ പറയുന്നതാണ്. കാരണം എന്തോ എവിടെയോ എപ്പോഴോ മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരാളോടോ അല്ലെങ്കിൽ അല്ലെ മമ്മൂട്ടിയുടെ സിനിമകളോടോ ചിലപ്പോൾ ഒരു ദേഷ്യം കൊണ്ടായിരിക്കും. ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ ശരിക്ക് ആഘോഷിക്കണം. നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണ് സീരിയസ് ആയിട്ട്. കാരണം നമ്മൾ ഈ സിനിമകൾ കാണുമ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കുന്നത് നമുക്കെപ്പോഴും പ്രൈഡാണ്. നമ്മൾ മലയാള സിനിമ ഭയങ്കര നമുക്കൊരിത് വരണം. മാത്രല്ല ഇപ്പൊ ഞാനൊരു മമ്മൂക്ക ഫാനാണ്. എന്നെ പോലുള്ള ഫാൻസ് ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇപ്പൊ എന്താ വെച്ചാൽ ലാലേട്ടനും ഇതുപോലെ ഒരു ട്രാക്കിൽ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാലേ നമ്മളെ മലയാള സിനിമയ്ക്ക് ഒരു ഉണർവ് ഉണ്ടാവുള്ളൂ, നമുക്ക് ഒരു ആഘോഷമാവുള്ളൂ. ലാലേട്ടനും മമ്മൂക്കൊക്കെ ഒരേ പോലെ അടിപൊളി. ഞാൻ എല്ലാ സിനിമകളും അങ്ങനെ സിനിമകളൊക്കെ ഒരു മിനിമം ഓടണം. ആ മിനിമം ഓർഡറിങ് നല്ല ക്വാളിറ്റി സാധനങ്ങൾ വരണം. ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ എല്ലാ പടവും കൂടിയും കുത്തിത്തിറക്കി തിയേറ്ററിൽ ഇറങ്ങുന്നൊന്നുമില്ലല്ലോ. OTT കുറെ പടം ഇറക്കാം, അങ്ങനെയൊക്കെ ഇറക്കാം. ഇതിപ്പോ ഏത് സിനിമയ്ക്കാ പോകേണ്ടത് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആണ്. എല്ലാം നല്ല പടങ്ങൾ. വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ കുറെയൊക്കെ ഈ സിനിമ ഇറക്കുന്നവരും വലിയ കാര്യത്തിൽ അവിടെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കുറെ പേർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചില സിനിമയുടെ കഥ എഴുതും. അപ്പൊ ആ എഴുതി ആ സിനിമയുടെ സ്ക്രിപ്റ്റ് റെഡി ആവുന്ന കാലത്ത് അത് ഭയങ്കര റെലവന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ടൈമിൽ അത് ഓടുന്നതായിരിക്കും. പക്ഷെ സിനിമയായി ഒരു നടന്റെ ഡേറ്റ് കിട്ടി വരുമ്പോഴത്തേക്ക് ഒരു 3 കൊല്ലം കഴിയും. അതോടുകൂടി അതിന്റെ റെലവൻസി പോകും. ചിലപ്പോ ആ സാധനം സ്റ്റഫ് വർക്ക് ചെയ്യാതെയാവും, വിചാരിച്ച പോലെ വിചാരിച്ച നടനെ കിട്ടാതെ പല പല പ്രശ്നങ്ങൾ കാണും. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ മാക്സിമം എന്താ ചെയ്യുക, OTT പ്ലാറ്റ്ഫോംസിലൊക്കെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ എന്താ പറയുക, ഇപ്പൊ കോമ്പറ്റീഷനാണ്, ഭയങ്കര കോമ്പറ്റീഷനാണ്. എല്ലാം എപ്പോഴും തിയേറ്ററിൽ സക്സസ്ഫുൾ ആവണമെന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഒരു 2024 എനിക്ക് തോന്നുന്നു തൊടുന്നൊക്കെ ഹിറ്റാണ്. പിന്നെ ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന ലൈനപ്പിലുള്ള സിനിമകളൊക്കെ
വൻ സിനിമകളാണ്. അതിനിപ്പോ പിന്നെ അതേപോലെ മെയിൻ ആൾക്കാർ നോക്കിയിട്ടും സിനിമയ്ക്ക് പോണത്, കഥ നോക്കിയിട്ടും എന്താ ഉണ്ടാവുമെന്ന് നോക്കിയിട്ട്. ഇപ്പൊ ആരും മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടും എല്ലാ സിനിമയ്ക്ക് പോണത്. എന്റർടൈൻമെന്റ് വാല്യൂ മലയാള സിനിമയ്ക്ക് ഭയങ്കര സുവർണമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ സിനിമകളും സക്സസ് ആവുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ ഹിന്ദിയിലും തമിഴിലൊക്കെ ഹിറ്റ് ആവണമെങ്കിൽ വെച്ചാൽ ഭയങ്കര കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള 500 കോടി 1000 കോടി കിട്ടിയവരുണ്ട്. ഇങ്ങനത്തെ ഒരു സിനിമ അവിടെ വന്ന് ഹിറ്റ് ആയത് എനിക്കറിയില്ല. തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര അല്ല, അവരുടെ നാട്ടില് അവരുടെ ഇങ്ങനത്തെ ഒരു സിനിമ ഒരു കൊമേഴ്ഷ്യൽ അല്ലാത്തൊരു പടം. നമുക്ക് ശരിക്കും ഭ്രമയുഗം എന്താ പറയാ, ഇപ്പൊ കാന്താര ഇവിടെ ഒന്ന് സക്സസ് ആയില്ല. കാന്താര അവസരം മലയാളത്തിൽ അവർ ഇറക്കേണ്ട അവസ്ഥയായി, കാരണം ഇവിടെ ഒന്ന് സക്സസ് ആയി പടം. അല്ല, അല്ലെങ്കിൽ മലയാളത്തിന്റെ ആസ്വാദനത്തിന്റെ ക്വാളിറ്റി ഭയങ്കര തന്നെയാണ്. മലയാളികള് പറഞ്ഞ മാതിരി സിനിമ ആക്സെപ്റ്റ് ചെയ്യും, അതെന്നുണ്ടെങ്കിൽ തട്ട് തന്നെ ചെയ്യും. നല്ല പടങ്ങൾ ഇറക്കി നല്ല ക്വാളിറ്റി സ്റ്റഫ് ആണെങ്കിൽ ഇതേമാതിരി 50 കോടി 100 കോടിയൊക്കെ കൊണ്ടുപോവാ. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ റിവ്യൂ പറഞ്ഞവരെ തലയിൽ കയറിയിട്ടും ബോംബിംഗ് ആന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞ് കരയാം. ഇപ്പൊ ആരും ഒന്നും പറയാനില്ലാവോ? പ്രശ്നമുണ്ട്. ഇയാൾ ഇത് സ്ഥിരം നമ്പറാട്ടോ ഇയാളത്. അപ്പൊ ഓക്കെ, ബൈ.